എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ദോശയ്ക്കും ഇഡലിക്കും അപ്പത്തിനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ചമ്മന്തിപ്പൊടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ചമ്മന്തിപ്പൊടി എന്നല്ല, ഒത്തിരി പേരുകളുണ്ട് ഇതിന്. പല നാട്ടിലും പല പേരുകൾ പറയും. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ചമ്മന്തിപ്പൊടി എന്നാണ് പറയുന്നത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 5-6 മുളക്, ഉണക്കമുളകുണ്ടല്ലോ, അത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒട്ടും എണ്ണ ഉപയോഗിക്കാതെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുളക് വറുത്തെടുക്കുമ്പോൾ കുറച്ച് എണ്ണ യൂസ് ചെയ്യാം. പിന്നെ കായം പൊടിയായിട്ടല്ല എങ്കിൽ അതും നമുക്ക് കുറച്ച് എണ്ണയിൽ വറുത്തെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളിത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കറിവേപ്പില അളവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ടേസ്റ്റ് കൂടും. ഞാനൊരു 5-6 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് എടുത്തത്. അതുകൊണ്ട് അതിൻ്റെ അകത്തെ വെള്ളം നന്നായിട്ട് വറ്റുന്നവരെ നല്ല അടിപൊളിയായിട്ട് വറുത്തെടുക്കണം. ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വറുത്തതിന് ശേഷം നമ്മളിതാ ഈ ഒരു ഗ്ലാസ് അളവിൽ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇഡലിക്കൊക്കെ അരയ്ക്കുന്ന ഉഴുന്നുണ്ടല്ലോ, ഉഴുന്ന് പൊടി എന്നും പറയും നമ്മൾ. ചമ്മന്തിപ്പൊടി എന്ന് മാത്രമല്ല, ഉഴുന്നുപൊടി, മിളകായി പൗഡർ, ഗൺ പൗഡർ, അങ്ങനെ പല നാട്ടിലും പല പേരുകളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉഴുന്ന് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉഴുന്നൊക്കെ കഴുകി ഉണക്കിയിട്ടും വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക. എന്തായാലും നമ്മൾ വറുത്തെടുത്തതിന് ശേഷം ഒരു തുള്ളി വെള്ളം പോലും, ആ ഒരു വാട്ടർ കണ്ടൻറ്റിൻ്റെ ഒരു അംശം പോലും അതിലുണ്ടാകാൻ പാടില്ല. ഇതൊന്ന് കടിച്ച് നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ പാകം. നമുക്ക് അറിയാം ബ്രൗൺ കളറിൽ വരുന്നത്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കഷ്ണം എടുത്തൊന്ന് കടിച്ച് നോക്കുക. നല്ല ഫൈനായിട്ട് പൊട്ടുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകമാണ്. ഇനി അതേ ഗ്ലാസ്സിൽ പകുതി അളവ് തുവരപ്പരിപ്പാണ് ഞാൻ എടുക്കുന്നത്. തുവരപ്പരിപ്പും കടലപ്പരിപ്പും എല്ലാം മിക്സ് ചെയ്തും എടുക്കാറുണ്ട്. ഇതിപ്പോൾ 1/2 ഗ്ലാസ് എടുത്ത 1 ഗ്ലാസ് ഉഴുന്നിൻ്റെ പകുതി അളവ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ നമ്മളിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. കുറച്ച് ലോങ് പ്രൊസീജിയറാണ്. കാരണം ഇത് മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ പോലും കിടന്നിങ്ങനെ ആയി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മുടെ തുവരപ്പരിപ്പും ഏകദേശം നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഏറ്റവും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? അരിയാണ്. അത് ഏത് അരി വേണമെങ്കിലും എടുക്കാം. പച്ചരി എടുത്താലും കുഴപ്പമില്ല. ഇതിപ്പം നല്ല ബ്രൗൺ റൈസ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെടുത്ത 1/2 ഗ്ലാസ് പരിപ്പിൻ്റെ നേരെ പകുതി അളവ്, 1/4 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് ഉഴുന്ന്, 1/2 ഗ്ലാസ് പരിപ്പ്, 1/4 ഗ്ലാസ് അരി, ഇത്രയും എടുത്ത് അരി നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം, അരി ഫ്രൈ ആവുന്ന പെട്ടെന്ന് അറിയാൻ പറ്റും, അത് ചോറ് പോലെ തന്നെ വിതർന്ന് വരും. ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിലുള്ളതെല്ലാം പൗഡറുകളാണ് കേട്ടോ. ഇത് അല്ലാതെ നിങ്ങൾ യൂസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും അതും ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം. അപ്പോൾ ഇനി പൗഡറുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചൂടുള്ള പാത്രത്തിലേക്ക് തന്നെ എല്ലാം ഒന്ന് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പൊടികൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ ആ ഒരു ചെറിയ ചൂട് തട്ടി അതൊന്ന് നന്നായിട്ട് എന്താ പറയുക, കുറച്ച് ഒരു 6 മാസം വരെയൊക്കെ ഇത് കേടാകാതിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ജീരകം പൗഡറാണ്. ജീരകം ഇത് അല്ലാതെ പൗഡർ അല്ലാതെ ചേർത്ത് കൊടുത്താലും മതി. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ അസർഫോറ്റിഡ നമ്മുടെ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. കായം ഒറിജിനൽ കട്ടയായിട്ടുള്ളത് വറുത്ത് ചേർക്കുന്നത് കൂടുതൽ ടേസ്റ്റും മണവും തരും. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് കായം പൊടിയായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി എല്ലായിടത്തും ഒന്നും യൂസ് ചെയ്യാറില്ല. ചില ഇടങ്ങളിൽ മല്ലിപ്പൊടി യൂസ് ചെയ്യും. നമ്മുടെ അടുത്തൊക്കെ മല്ലിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടി, ഇനി ഈവൻ മല്ലിപ്പൊടിയെല്ലാം ഒറിജിനൽ മല്ലിയാണെങ്കിൽ അതും വറുത്ത് നിങ്ങൾ ഇതുപോലെ തന്നെ എടുക്കുക. അതൊക്കെ നല്ല ടേസ്റ്റ് തരും. പൊടികളല്ലാതെ എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ കറിവേപ്പില മാക്സിമം അതൊരളവില്ലാതെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചെയ്യുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇനി ഇതിരുന്ന് നല്ല പോലെ ആറുന്നത് വരെ, ചൂട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക.
പെട്ടെന്ന് നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ഉണ്ടല്ലോ എന്നും ഈ ചമ്മന്തി അരച്ചും സാമ്പാറൊക്കെ വെച്ച് നമുക്ക് എന്നും പറ്റില്ല. അപ്പോൾ രാവിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ കുറച്ച് നമ്മൾ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണേലും ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. നന്നായി ആറി തണുത്തതിന് ശേഷം നിങ്ങൾ മിക്സിയുടെ ഏത് ജാറിലാണോ പൊടിക്കാൻ ഉപയോഗിക്കുന്നത് ആ ജാർ തന്നെ എടുക്കുക. അതിലേക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ഫൈനായിട്ട്, ഫൈൻ മീൻസ് നല്ല തരിതരിപ്പോടെയല്ല, ഒരു ചെറിയ തരിപ്പോടുകൂടി പൊടിച്ചെടുക്കുക. എന്നാൽ ഒത്തിരി കട്ടയാകാനും പാടില്ല, കടിക്കുമ്പം നമുക്കൊരു അസ്വസ്ഥതയാണ്. എന്നാൽ ചെറിയ തരിതരിപ്പ് വേണം താനും. ഇതുപോലെ നമ്മൾ പൊടിച്ച് നല്ല ഫൈനായിട്ടെന്നല്ല പറയാൻ പറ്റുക, കുറച്ച് തരികളോടുകൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആകെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു 3-4 ബാച്ചായിട്ടാണ് ഇത് മുഴുവനായിട്ടും പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം എന്തിൻ്റെയെങ്കിലും കുറവുണ്ടോ നമുക്ക് ഈ സമയത്ത് തന്നെ ടെസ്റ്റ് ചെയ്യാം. കാരണം പൊടിക്കുമ്പോൾ ഒരു ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് കായത്തിൻ്റെ കുറവ് തോന്നി, ഞാനൊരു 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.